ഹരേ കൃഷ്ണ. നമസ്തേ. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വസ്തു അല്ലെങ്കിൽ ഒരു നാര് നമ്മുടെ ഒരു പല്ലിനിടയിൽ കുടുങ്ങിപ്പോയാൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ആ വസ്തുവിനെ അത് നമ്മുടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? നമുക്കറിയാം, ഒരു പല്ലുകുത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്താലോ അത് അവിടെ നിന്ന് പോകും. പക്ഷേ നമ്മൾ അതിന് ശ്രമിക്കാതെ നമ്മുടെ നാവ് കൊണ്ട് അതിനെ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അല്ലേ? അതിനെ അവിടെ നിന്ന് പോകാനായിട്ട് നമ്മുടെ മനസ്സും ചിന്തയും എല്ലാം അതിൻ്റെ പുറകിലായിരിക്കും. നമ്മൾ വല്ലാതെ അസ്വസ്ഥമാകും. നോക്കൂ, ഒരു പല്ലിനിടയിലാണ് ഒരു നാര് കുരുങ്ങിയത്, ബാക്കി 31 പല്ലുകൾക്കും ഒരു കുഴപ്പവുമില്ല. എങ്കിലും നമ്മൾ ഈ ഒരു നാര് ഒരു പല്ലിനിടയിൽ വന്നാലും നമ്മൾ അതിൻ്റെ പുറകിൽ തന്നെ ആയിരിക്കും അല്ലേ? അതിനെ എങ്ങനെയും അവിടെ നിന്ന് മാറ്റുന്നവരെയും നമ്മൾ അസ്വസ്ഥരായിരിക്കും എന്നുള്ളതാണ്. ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് വരുമ്പോഴും ഈ നല്ല കാര്യങ്ങൾ ഒരുപാട് ജീവിതത്തിൽ നടക്കുമ്പോഴും നമ്മൾക്ക് ഒരു കാര്യം എന്തെങ്കിലും ഒന്ന് നമുക്ക് മോശമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സ് അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മൾ വല്ലാതെ അസ്വസ്ഥമാകുകയാണ്. മറ്റുള്ള ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടുണ്ട് എന്ന് ചിന്തിക്കാതെ എന്താണോ ഒന്ന് മോശമായിട്ടുള്ളത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അമിതമായി ഉത്കണ്ഠ കാണിച്ച് അമിതമായ മാനസിക സമ്മർദ്ദത്തിലായി അല്ലാതെ ആരോഗ്യപരമായിട്ടുള്ള അസുഖങ്ങളെല്ലാം നമുക്ക് വിളിച്ചു വരുത്തും എന്നുള്ളതാണ്. മറ്റുള്ള നല്ല കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പോസിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയും. പോസിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവായിട്ട് നമുക്ക് വരുന്ന കാര്യങ്ങളെ പാടെ അവഗണിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അതിൽ നിന്ന് നമുക്ക് എന്താണ് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്, അതിൽ നിന്ന് എന്താണ് നമുക്കൊരു അവസരം ഉണ്ടാകുന്നത്, അതിൽ നിന്ന് എന്ത് പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നത് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്തു പോവുക എന്നുള്ളതാണ് നമ്മൾ പോസിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു പരീക്ഷയ്ക്കൊന്ന് തോറ്റു എന്ന് വെച്ചാൽ ഞാനൊരു ലോക തോൽവിയാണ് എന്നല്ല ചിന്തിക്കേണ്ടത്. എവിടെയാണ് തനിക്ക് പിഴച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരാൾ നമ്മളെ വിമർശിച്ചാൽ എനിക്ക് ആരും വില തരുന്നു എന്നുള്ളതല്ല, എന്താണ് ആ വിമർശനത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് മനസ്സിലാക്കി അതിനെ തിരുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഒരു പ്ലാൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഭാഗ്യമില്ലാത്ത ആളാണ്, ഭഗവാൻ എന്നോടൊരു സ്നേഹവുമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. നല്ലൊരു അവസരം എനിക്കിനിയും വരാനുണ്ട് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ ഒരു പോസിറ്റീവ് റീഫ്രെയിമിംഗ് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ ചിട്ടയായ ഒരു സാധന ഉണ്ടായിരിക്കണം. ജപം പോലുള്ള ഒരു സാധന കുറച്ച് സമയമെങ്കിലും ഭഗവാനോടൊപ്പം ചിലവഴിക്കാൻ ശ്രമിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് ആത്മബലം ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് റീഫ്രെയിമിംഗിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ.